ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് വേറൊന്നുമല്ല, നമ്മുടെ മീൻ കറിക്ക് പുളി കൂട്ടാനായിട്ടുള്ളൊരു കിടിലൻ ഐറ്റമാണ്. സാധാരണ നമ്മൾ കുടംപുളിയുടെ ആ തോട് മാത്രം എടുക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ആ കുരുവൊക്കെ നമ്മളെങ്ങോട്ടേലും വലിച്ചെറിയും. ഇനി അതൊന്നും കളയണ്ട. നമ്മൾ കുടംപുളിയിൽ നിന്നും ഒഴിവാക്കുന്ന ആ കുരുവും നീരും ഒക്കെ എടുത്തു വെച്ച് നമുക്ക് നല്ല കിടിലൻ പുളിസത്തുണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ കുത്തിയെടുത്ത് ഈ പുളിയുടെ കുരുവെല്ലാം കൂടെ നമുക്കൊരു ബക്കറ്റിലിട്ട് ഒരു 2 ദിവസത്തോളം നമ്മൾ ആ നല്ലോണം അടച്ച് മൂടി കെട്ടി വെച്ച് അതിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് അതിലെ നീരൊക്കെ നല്ലോണം ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം പിഴിഞ്ഞാൽ തന്നെ മുഴുവൻ നീര് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ ഈ നീരെല്ലാം കൂടെ നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കണം. ഇപ്പം നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഒരു 2-3 കഷ്ണം കുടംപുളി ഇടുന്നതിലും പകരമായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സത്ത് ഒരു കുഞ്ഞ് സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. നല്ല സൂപ്പർ ടേസ്റ്റ് ആവും മീൻകറിക്ക്. നല്ല പുളിയും ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ നീര് മുഴുവൻ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അലുമിനിയത്തിൻ്റെ ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ. കണ്ടോ, ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് നല്ലോണം തിളപ്പിക്കും. തിളച്ച് ഇത് നല്ലോണം പറ്റി വരണം. ഇപ്പോൾ തിളയ്ക്കാനായിട്ട് കുറച്ച് തിള വന്നിട്ടുണ്ട്. ഇനി നല്ലോണം വെട്ടി തിളയ്ക്കണം കേട്ടോ. വെട്ടി തിളച്ചതിന് ശേഷം ഇത് എന്തോരം പറ്റാവോ പറ്റി നല്ല കുറുകി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ നിറമൊക്കെ പയ്യെ മാറി തുടങ്ങും കേട്ടോ. കണ്ടോ, ഇതേപോലെ പറ്റി. ഇപ്പോൾ ഒരു ചട്ടിയോളം ഉണ്ടായിരുന്നത് ഇപ്പോൾ അരച്ചട്ടി ആയിട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായി കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് തണുക്കാൻ വയ്ക്കും. തണുത്തതിന് ശേഷം ഇത് നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാവേ. ഇതിപ്പോൾ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ ഇരുന്നതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കൂടുതൽ സൂപ്പറാവേ. കണ്ടോ, അങ്ങനെ 2-3 ദിവസം ഇരിക്കുമ്പോഴത്തേക്കും നല്ല കറുപ്പ് കളറാവും. ഇതൊരു കുഞ്ഞ് സ്പൂൺ ചേർത്താൽ മീൻകറി ഉഗ്രനാവും.